ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 5G വണ്ടിയാണ്. നമുക്ക് ബ്രേക്കിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് കയറ്റിയാണ്. വേറെ ജനറൽ സർവീസോ വേറെ ടെക്നിക്കലി വേറെ കംപ്ലൈൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. ഓൾറെഡി വണ്ടി ബ്രേക്കില്ല, അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ നമുക്കത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ബ്രേക്ക് ലൈനർ അത്യാവശ്യം ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനർ ഫുള്ള് തീർന്നേക്കാണ്, ഒട്ടുമില്ല. പിന്നെ അതേപോലെ തന്നെ കേബിളുകളും കംപ്ലൈൻ്റ് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. അതായത് പകുതിയിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ കൂടി നമുക്കത് ഉപയോഗിക്കാം. ഈ ബ്രേക്കിൻ്റെ കേബിളുകളാണ് അതിൻ്റെ മെയിനായിട്ട് വന്ന പ്രശ്നം. കാരണം ഇവിടെയൊക്കെ ഔട്ടർ ഒടിഞ്ഞിരിക്കുന്നുണ്ടാവും. കേബിൾ ഒടിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുൾ ടൈറ്റായി പോയേക്കാം. അപ്പോൾ ഫ്രണ്ടിലേക്ക് വന്ന 2 ബ്രേക്കിൻ്റെ കേബിൾ മാറണം, ബാക്കിലേക്ക് പോകണ ഒരു ബ്രേക്കിൻ്റെ കേബിളും കൂടി മാറ്റിയാലാണ് ആ ഭാഗം ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഇവിടുത്തെ ബുഷൊക്കെ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നൊരു മെറ്റൽ ബുഷുണ്ട്, അത് മാത്രം മാറ്റി ഗ്രീസ് ചെയ്തിടാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം വലിയ പ്രോബ്ലത്തിലേക്ക് പോകില്ല, കുറേ കൂടി ഉപയോഗിക്കാം നമുക്ക് കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ കുഷൻ അസംബ്ലിയുടെ ഈ ബുഷൊക്കെ ശരിക്കും ഓവലായി പോയി. അത് ശരിക്കും ലോഡ് കയറിയൊക്കെ അത്യാവശ്യം നമുക്ക് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഡയറക്റ്റ് ഷെയ്ക്ക് വേണ്ട ഇതുമയാണ്. അപ്പോൾ അതുകൊണ്ട് കംപ്ലയിൻറ്റ് വന്നതാണ് ഇത് കേട്ടോ. കാരണം ഇതിനേക്കാളും പെട്ടെന്ന് കംപ്ലയിൻറ്റ് ഇത് വരും. അത് നോർമൽ ഇടയ്ക്ക് സോഫ്റ്റ് ബുഷുകളാണത്. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടേണ്ട ബുഷുകളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോളർ 2 മാറ്റിയിടാം, ഇത് മാറ്റാം, ബ്രേക്കിൻ്റെ 3 കേബിൾ മാറ്റാം, ബാക്കിലെ ബ്രേക്ക് ലൈൻ ചെയ്യാം. അത്രയാണ് നമുക്ക് മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരണം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഈ കണ്ണാടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ വെറുതെ കിടന്ന് ഇളകിക്കൊണ്ടിരിക്കുക. അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, നമുക്കത് എസ്റ്റിമേറ്റിൽ ഞാൻ പെടുത്താം. പിന്നെ ഓയിലിൻ്റെ കേസൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. കളറൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ കിലോമീറ്റർ 3000 ഓടിയുണ്ടെങ്കിൽ അത് മാറ്റണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തെന്നുള്ളൂ. കാരണം നമ്മളോട് ഓയിൽ ചേഞ്ച് കേസ് ഒന്നും പറഞ്ഞിട്ടില്ല, എങ്കിൽ കൂടി വണ്ടി കയറ്റിയപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഇത്ര ചെയ്യുമ്പോൾ എസ്റ്റിമേറ്റ് ഒന്ന് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിൽ തരാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.